എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ അനീസ ഷഫീഖ്. ഞാൻ ഷഫീഖ് ഇസ്മായിൽ. ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ പേജ് 91 സൂറ അൻ-നിസാ 80 മുതൽ 86 വരെയുള്ള ആയത്തുകൾ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا. ദൈവദൂതനെ അനുസരിക്കുന്നവൻ അല്ലാഹുവിനെ അനുസരിച്ചു. വല്ലവരും പിന്തിരിഞ്ഞു പോയാലോ നാം നിന്നെ അവരുടെ കാവൽക്കാരനായിട്ടൊന്നും നിയോഗിച്ചിട്ടില്ല. ويقولون طاعة فإذا برزوا من عندك بيت طائفة منهم غير الذي تقول والله يكتب ما يبيتون فأعرض عنهم وتوكل على الله وكفى بالله وكيلا. വായ കൊണ്ട് അവർ പറയും, ഞങ്ങൾ അനുസരണമുള്ളവരാകുന്നു. നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാലോ അവരിൽ ഒരു പറ്റം രാവുകളിൽ ഒത്തുകൂടി നിനക്കെതിരിൽ ഗൂഢാലോചന നടത്തുന്നു. അവരുടെ ഗൂഢാലോചനകളൊക്കെയും അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. നീ അവരെ അവഗണിച്ചേക്കുക. അള്ളാഹുവിൽ ഫരമേൽപ്പിക്കാൻ അള്ളാഹു തന്നെ തികച്ചും മതിയായവനാകുന്നു. أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا. എന്ത് ഈ ജനം ഖുർആനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അള്ളാഹു അല്ലാത്ത മറ്റാരിൽ നിന്നെങ്കിലും വന്നതായിരുന്നുവെങ്കിൽ അവർ അതിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. وإذا جاءهم أمر من الأمن أو الخوف أذاعوا به ولو ردوه إلى الرسول وإلى أولي الأمر منهم لعلمه الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان إلا قليلا. ഈ ആളുകൾ സമാധാനത്തിന്റെയോ ഭീതിയുടെയോ ഒരു വാർത്ത കിട്ടിയാൽ അത് കൊട്ടിഘോഷിക്കുന്നു. എന്നാൽ അത് ദൈവദൂതനും സമൂഹത്തിലെ ഉത്തരവാദിത്വപ്പെട്ടവർക്കും എത്തിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ സത്യാവസ്ഥ ഗ്രഹിക്കാൻ കഴിവുള്ളവർ കാര്യം മനസ്സിലാക്കുമായിരുന്നു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹവും കാരുണ്യവുമില്ലായിരുന്നുവെങ്കിൽ അല്പം ചിരലൊഴിച്ച് നിങ്ങളെല്ലാം പിശാചിന്റെ പിന്നാലെ പോകുമായിരുന്നു. فقاتل في سبيل الله لا تكلف إلا نفسك وحرض المؤمنين عسى الله أن يكف بأس الذين كفروا والله أشد بأسا وأشد تنكيلا. അതേ പ്രവാചക, ദൈവിക മാർഗത്തിൽ പോരാടുക. നിനക്ക് നിന്നിൽ മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. എന്നാൽ സത്യവിശ്വാസികളെ സമരത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു സത്യനിഷേധികളുടെ ശക്തി തകർക്കുക വിദൂരമല്ല. അള്ളാഹുവിന്റെ ശക്തിയാകുന്നു ഏറ്റവും കടുത്തത്. അവന്റെ ശിക്ഷ അതികൊടൂരവുമാകുന്നു. من يشفع شفاعة حسنة يكن له نصيب منها ومن يشفع شفاعة سيئة يكن له كفل منها وكان الله على كل شيء مقيتا. ആർ നന്മ ശുപാർശ ചെയ്യുന്നുവോ അവന് അതിൽ പങ്ക് ലഭിക്കും. ആർ തിന്മ ശുപാർശ ചെയ്യുന്നുവോ അവന് അതിലും പങ്ക് ലഭിക്കും. അള്ളാഹു സകല സംഗതികളുടെയും നോട്ടമുള്ളവനാകുന്നു.
وإذا حييتم بتحية فحيوا بأحسن منها أو ردوها إن الله كان على كل شيء حسيبا. മാന്യമായി അഭിവാദനം ചെയ്യപ്പെട്ടാൽ അതിലും ഭംഗിയായി അല്ലെങ്കിൽ ചുരുങ്ങിയത് അതുപോലെയെങ്കിലും നിങ്ങൾ പ്രത്യഭിവാദനം ചെയ്യണം. നിശ്ചയം അള്ളാഹു സമസ്ത കാര്യങ്ങളും കണക്കു നോക്കുന്നവനായിരിക്കുന്നു. സദഖല്ലാഹുൽ അലീം.